അപ്പോൾ മക്കളെ, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ. ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാൽ ഇതാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും കൂടുതൽ മാർക്കിനും വരും, കുട്ടികളെപ്പോഴും കുഴപ്പിക്കുകയും ചെയ്യും. ജസ്റ്റ് ഇവിടെ ശ്രദ്ധിച്ചിരുന്നടാ, ഈ ചാപ്റ്റർ ഇപ്പോൾ റെഡി ആക്കി തരാം. നോക്കടാ, ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് റെസ്പിറേഷൻ. ഇത് പ്ലാന്റ്സിലാണ് നമ്മൾ സംസാരിക്കുന്നത്, അപ്പോൾ ആ രീതിയിൽ കാണണം. എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ? ശ്രദ്ധിച്ച് കേട്ടോ. സെല്ലിൻ്റെ ഉള്ളിൽ കാർബൺ ബോണ്ട് ബ്രേക്ക് ആവുക. സെല്ലിൻ്റെ ഉള്ളിൽ എന്താ ഇവിടെ മക്കളെ? കാർബൺ ബോണ്ട് ബ്രേക്ക് ആവുക, എനർജി റിലീസ് ചെയ്യുക. ഇതിന് വിളിച്ച പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ. പറ, എന്താ സെല്ലുലാർ റെസ്പിറേഷൻ? സെല്ലിൻ്റെ ഉള്ളിൽ കാർബൺ ബോണ്ട് ബ്രേക്ക് ആവുക, എനർജി റിലീസ് ആവുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിനുപയോഗിക്കുന്ന ആ കോമ്പൗണ്ടുകളില്ലേ, കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ആ കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. കോമ്പൗണ്ട് യൂസ്ഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ ചെയ്യുമ്പോൾ ഈ പൊട്ടിക്കാൻ ഉപയോഗിച്ച് ഈ കാർബൺ ബോണ്ടുള്ളൊരു കോമ്പൗണ്ട് ഇല്ലേ, അതിന് വിളിച്ച പേരാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. എന്താണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിൻ്റെ എക്സാമ്പിൾ? ഒന്ന് കാർബോഹൈഡ്രേറ്റ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. രണ്ട് ഫാറ്റ്, പ്രോട്ടീൻ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്ലാന്റ്സ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു 2-3 തവണയൊക്കെ വന്നിട്ടുള്ള എക്സാം ടഫ് ആവുന്ന സമയങ്ങളിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് റെസ്പിറേറ്ററി ഓർഗൻ. പ്ലാന്റ്സിൽ എന്തുകൊണ്ട് റെസ്പിറേറ്ററി ഓർഗൻ ഇല്ല, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഓർഗൻ്റെ ആവശ്യം പ്ലാന്റ്സിന് ഇല്ല? വൈ? അതിൻ്റെ ഒരു 3 പോയിൻ്റാണ് NCERT വ്യക്തമാക്കുന്നത്. ഈച്ച് പാർട്ട് ടേക്സ് ഇറ്റ്സ് ഓൺ റെസ്പിറേഷൻ. ഓരോ ഭാഗവും അതിനുവേണ്ട റെസ്പിറേഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ചെടിയാണ്, എൻ്റെ ഈ ഒരു ഭാഗം, അതിന് റെസ്പിറേഷൻ നടക്കണമെങ്കിൽ അത് ആ ഭാഗം നടത്തിക്കോളും. ഇവിടുന്ന് എവിടെയും നടത്തിയിട്ട് അവിടെ കൊണ്ട് എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്ത് റെസ്പിറേഷൻ നടക്കണം, ആ ഭാഗം നടത്തും. ഈ ഭാഗത്ത് നടത്തണം, ആ ഭാഗം നടത്തിക്കോളും റെസ്പിറേഷൻ. അപ്പോൾ ഈച്ച് പാർട്ട് ടേക്സ് ഇറ്റ്സ് ഓൺ റെസ്പിറേഷൻ. അപ്പോൾ ഒരു ഓർഗൻ്റെ ഒരു ആവശ്യമില്ല. 2, ഡു നോട്ട് ഹാവ് ഡിമാൻഡ് ഫോർ ഗ്യാസസ്. ഗ്യാസ് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം, ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ശരീരത്തിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാനും ഓക്സിജൻ ഉണ്ടാക്കാനൊക്കെ ഉള്ള പല മെക്കാനിസം ഉണ്ട്. ഇപ്പോൾ ഫോട്ടോസിന്തസിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഓക്സിജൻ റിലീസ് ചെയ്യും. റെസ്പിറേഷൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. അപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഭയങ്കര ഒരു ഡിമാൻഡ്, ഗ്യാസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല, അങ്ങനെയല്ല. ആൻഡ് ഗ്യാസ് ഡു നോട്ട് ഡിഫ്യൂസ് ലാർജ് ഡിസ്റ്റൻസ്. ഗ്യാസുകൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ കുറഞ്ഞ ദൂരം ട്രാവൽ ചെയ്താൽ മതി ഗ്യാസുകൾക്ക്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് റെസ്പിറേറ്ററി ഓർഗൻ അവർക്കില്ലാത്തത്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. എടാ, റെസ്പിറേഷൻ ചാപ്റ്ററിൽ റെസ്പിറേഷൻ 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന് എയറോബിക്, ഒന്ന് അനേറോബിക്. ഏത് പൊട്ടനും ഇതിന് മുമ്പിൽ ഇരിക്കണമെന്ന് അറിയാം. എയറോബിക് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, അനേറോബിക് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ ഈ 2ലും സ്റ്റെപ്പുകളുണ്ട്. പ്രസൻസ് ഓഫ് ഓക്സിജനിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഗ്ലൈക്കോലൈസിസ്. 2 ലിങ്ക് റിയാക്ഷൻ ഉണ്ട്, വേണമെന്നില്ല. ക്രബ് സൈക്കിൾ നോക്കിയാൽ മതി. 3 ETS, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. പറ, എയറോബിക്കിൽ 3 സ്റ്റെപ്പ്, ഗ്ലൈക്കോലൈസിസ്, ക്രബ് സൈക്കിൾ, ETS. അനേറോബിക്കിലുള്ള 2 സ്റ്റെപ്പ്, ഗ്ലൈക്കോലൈസിസ്, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്, വേറെ സ്റ്റെപ്പായിട്ട് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഫെർമെൻറ്റേഷൻ. കിട്ടിയോ? ഇനി ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഏത് സ്ഥലത്താണ്, സെല്ലിൻ്റെ ഏത് പാർട്ടിലാണ് ഇത് നടക്കുന്നത് നോക്കണം. ഗ്ലൈക്കോലൈസിസ് 2ലും കോമൺ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചോ, എയറോബിക്കിലും അനേറോബിക്കിലും കോമൺ ആയിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൈക്കോലൈസിസ്. എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ബോത്ത് എയറോബിക് ആൻഡ് അനേറോബിക് കോമൺ ആയിട്ടുള്ള ഗ്ലൈക്കോലൈസിസ്. അത് എവിടെ വെച്ചാൽ നടക്കുന്നത്? സൈറ്റോപ്ലാസം, സെല്ലിൻ്റെ സൈറ്റോപ്ലാസം. ഫെർമെൻറ്റേഷൻ എവിടെ വെച്ചാൽ നടക്കുന്നത്? സൈറ്റോപ്ലാസം, മറക്കണ്ട. എന്നാൽ ക്രബ് സൈക്കിൾ എവിടെ വെച്ചാൽ നടക്കുന്നത് നോക്കിയാൽ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ. മക്കൾ കേട്ടിട്ടുണ്ടാവും മൈറ്റോകോൺഡ്രിയ. അതിൻ്റെ മാട്രിക്സിൽ വെച്ചിട്ടാണ് ക്രബ് സൈക്കിൾ നടക്കുന്നത്. ETS എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിലൊരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ശ്രദ്ധിക്കണേ. ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. ഈ 3 കളറിൽ എഴുതിയ ഈ 3 സാധനങ്ങൾ എപ്പോഴും വരുന്ന ആൻസേഴ്സാണ്. സാർ അങ്ങനെ എഴുതിയത്, ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോ. എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഈ ഒരു സാധനങ്ങളൊക്കെ ഇതിൽ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മിക്കവാറും ഇത് എവിടെ വെച്ചാൽ നടക്കുകയെന്നാണ്. എടാ, ഇനി നമ്മൾ ഗ്ലൈക്കോലൈസിസിലേക്ക് കടക്കുകയാണ്. ഗ്ലൈക്കോലൈസിസിൻ്റെ മറ്റൊരു പേരാണ് EMP പാത്വേ, EMP. കാരണം അത് കണ്ടുപിടിച്ച 3 സയൻറ്റിസ്റ്റുകളുടെ പേര് ഫസ്റ്റ് ലെറ്റർ ആയതുകൊണ്ടാണ്. ഒന്ന് എംപെഡൻ, മേർഹോഫ്, പാർണസ്. ഈ 3 സയൻറ്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഈ ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാക്കിയത്.
എന്താണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊന്ന് നോക്കിക്കോ, ജസ്റ്റ് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. സിമ്പിൾ. ഗ്ലൂക്കോസിനെ പൊട്ടിക്കുക, പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുക. അപ്പോൾ നോക്ക്, ഗ്ലൂക്കോസിൽ 6 കാർബൺ ഉണ്ട്, പൈറൂവിക് ആസിഡിലോ 3 കാർബൺ. അങ്ങനെയാണെങ്കിൽ എത്ര പൈറൂവിക് ആസിഡ് ഉണ്ടാവും? 2 പൈറൂവിക് ആസിഡ്. അത്ര ഉദ്ദേശമുള്ളൂ. സോ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 പൈറൂവിക് ആസിഡ് ഉണ്ടാക്കും. അപ്പോൾ പറ, വാട്ട് ഈസ് ഗ്ലൈക്കോലൈസിസ് എന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ എങ്ങനെ എഴുതുക? പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു പൈറൂവിക് ആസിഡ്. നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ ഒരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആണ് ഗ്ലൈക്കോലൈസിസ്. നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ഇവനെ കാണാം, വരാൻ ചാൻസ് ഉണ്ട്. പാർഷ്യലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യില്ല. പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു പൈറൂവിക് ആസിഡ്. മക്കളെ, ഇനിയുള്ള ഈ കണക്കൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ, വളരെ അപൂർവമായിട്ടേ വന്നിട്ടുള്ളൂ, പക്ഷെ വന്ന കിളി വാർന്നായിട്ടാണ്. ടോട്ടൽ ഗ്ലൈക്കോലൈസിസ് കഴിഞ്ഞാൽ 2 ATP നഷ്ടപ്പെടും. സാർ അതാ മൈനസ് ഇട്ട് കേട്ടോ. 2 ATP ലോസ്. 2 NADH കിട്ടും, ഗെയിൻ കിട്ടും. 4 ATP വേറെ സ്ഥലത്ത് കിട്ടുന്നുണ്ട്, ഗെയിൻ. 4 ATP കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ATP പോയി, 4 ATP കിട്ടി. 4 മൈനസ് 2 ATP. പിന്നെ 2 NADH അവിടെ ഉണ്ട്, അത് അതേപോലെ എഴുതി. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു NADH എന്ന് പറഞ്ഞാൽ 3 ATPയും ഒരു FADH എന്ന് പറഞ്ഞാൽ 2 ATP ആണ്. FADH പിന്നീട് വരും കേട്ടോ, ഇതിലില്ല, ഗ്ലൈക്കോലൈസിസ് ഇല്ല. അപ്പോൾ ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എൻ്റെ മക്കൾ. 2 ATP പിന്നെ 2 NADH എന്ന് പറഞ്ഞാൽ 6 ATP എന്ന് എഴുതി കൂടെ. കാരണം ഒരു NADH പറഞ്ഞാൽ 3 ATP അല്ലടാ. ഓക്കെ, അപ്പോൾ 2 ATPയും ഈ 2 NADHന് പകരം 6 ATP എന്ന് എഴുതാം. അങ്ങനെയാണ് ഈ 2ഉം 6ഉം 8, ടോട്ടൽ 8 കിട്ടും കേട്ടോ. അത് ഓർമ്മയിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് മക്കളെ ഗ്ലൈക്കോലൈസിൻ്റെ സ്റ്റെപ്പ് നോക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിലെൻ്റെ മക്കൾ നോക്കിയടാ, ഇതാണ് ഒരു 10 സ്റ്റെപ്പാണ്. 10 സ്റ്റെപ്പ് നോക്ക്. ആദ്യം ഗ്ലൂക്കോസ് എന്തായി? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയി. കാണുന്നുണ്ടല്ലോ മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചോ, ടെക്സ്റ്റിലൊക്കെ ഉള്ള ഫിഗറാണ്. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയി. അവിടെ ഒരു ATP നഷ്ടപ്പെട്ടതിന് സാർ ഇങ്ങനെ വെട്ടിടുകയാണ് കേട്ടോ. നഷ്ടപ്പെട്ടു എന്നുള്ള സ്ഥലത്ത് സാറ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വെട്ടിടുകയാണ്. ലോസ് നഷ്ടപ്പെട്ടു, നമ്മൾ വെട്ടുകയാണ്. പിന്നെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്തായി? ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയി. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആയി. അവിടെയും നഷ്ടപ്പെട്ടു, ലോസ്. അപ്പോൾ 2 എണ്ണം പോയില്ലേ? 2 എണ്ണം പോയി. പിന്നെ ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് എന്തായി എന്നറിയോ? ഈ പേര് പഠിക്കേണ്ട കേട്ടോ, ഈ ബ്രാക്കറ്റിലുള്ള പേരാ പഠിക്കേണ്ടത്. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആയി. എന്താടാ? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും അതേപോലെ തന്നെ ഒരാളും കൂടിയായി. ഇവിടെ ഈ ട്രയോസ്ഫോസ്ഫേറ്റ് എന്നുള്ള വാക്ക് വേണ്ട കേട്ടോ. നമുക്ക് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഈ പേരുകൾ നിർബന്ധമായിട്ട് കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. ഉറപ്പാണ്, ഞാൻ പറഞ്ഞു ഇത് 3 മാർക്കിൻ്റെ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അവിടെ ഇതിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും വരിക ഫസ്റ്റ് തന്നെ, ഇന്ന സബ് ക്വസ്റ്റ്യനേ വരുള്ളൂ. അപ്പോൾ പഠിച്ചോ, ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റുമായി. ഇവിടുന്ന് താഴോട്ടുള്ള എല്ലാ സ്റ്റെപ്പും 2 പ്രാവശ്യം നടക്കും. ഓർത്തു വെച്ചോ, ഇവിടുന്ന് താഴോട്ടുള്ള എല്ലാ സ്റ്റെപ്പും 2 പ്രാവശ്യം നടക്കും. മേലെ വരെയുള്ളത് 1 പ്രാവശ്യം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 2 പ്രാവശ്യം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് അടുത്തതിൽ എന്തായി? 1,3-ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡായി. മക്കളെ, ആ സ്റ്റെപ്പിൽ നമുക്ക് NADH കിട്ടി. സാറ് ടിക്കിടുകയാണ്, കിട്ടി. 1 അല്ല 2 എണ്ണം കിട്ടി. അതെങ്ങനെ സാറേ? നോക്കടാ, ഇവിടെ 2 പ്രാവശ്യം നടക്കണില്ലേ റിയാക്ഷൻ. അപ്പോൾ 2 എണ്ണം കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി നോക്ക്, 1,3-ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് എന്തായി? 3-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡായി. അവിടെ ഒരു ATP കിട്ടി. 1 അല്ല 2 എണ്ണം. അത് 2 പ്രാവശ്യം നടക്കുന്നുണ്ട് 2 എണ്ണം. ഇനി അത് 2-ഫോസ്ഫോ ഗ്ലിസറൈറ്റ് ആയി. പിന്നീട് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആയി. ഇതാണ് പെപ്പ് കേട്ടോ, പെപ്പ് എന്ന് പറയും. പെപ്പ് ഷോർട്ട് ഫോം പഠിച്ചാലും മതി. ഓക്കെ, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. ആൻഡ് ലാസ്റ്റ് പൈറുവിക് ആസിഡ് ആയി. അവിടെയും കിട്ടി 2 ATP. ഓക്കെ, ഈ പേരുകൾ എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും കാണാതിരുന്ന് പഠിച്ചു. ഒരു 2 മിനിറ്റ് സമയം എടുക്കുള്ളൂ. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ച് കാണാതെ അങ്ങ് പഠിച്ചൊരു പേപ്പറിലേക്ക് എഴുതി നോക്ക്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഗ്ലൂക്കോസ്. ഈ ഒരു സ്റ്റെപ്പുകൾ കണ്ടോ മക്കളെ? ഈ ഒരു സ്റ്റെപ്പിൽ നല്ലോണം ശ്രദ്ധിക്കുക. ഈ ഏതൊക്കെ സ്റ്റെപ്പിലാണ് ATP ലോസ് ആയത്? അപ്പോൾ ദാ ഗ്ലൂക്കോസും
ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി. ആ സ്റ്റെപ്പിൽ ലോസ് ആയി. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആയി. ഈ സ്റ്റെപ്പിലും ലോസ് ആയി. ആ സ്റ്റെപ്പ് രണ്ടും എഴുതി വെക്കേണ്ടി വരും. ഏത് സ്റ്റെപ്പിലാണ് NADH കിട്ടിയത്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയി. ആ സ്റ്റെപ്പിലാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് എഴുതേണ്ടി വരും. ഐഡിയ കത്തിയോ? ഓക്കെ. അതേപോലെ എവിടെയൊക്കെ ATP കിട്ടി, എവിടെയൊക്കെ ATP നഷ്ടപ്പെട്ടു, ഇത് ലോസാണ്, സാറ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊന്ന് പഠിച്ചു വെക്കുക. ഐഡിയ കത്തി. പറ, ഏതൊക്കെ സ്റ്റെപ്പിലാണ് ATP ലോസ് ആയത്? ഗ്ലൂക്കോസ് ചേഞ്ചസ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റും പിന്നെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ചേഞ്ചസ് ടു ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്. ആ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെയാണ് മക്കളെ, സെറ്റാണ്, മതി. ഗ്ലൈക്കോലൈസിസിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനിയാണ് ഫെർമെൻറ്റേഷൻ. ഇത് അനേറോബിക്കിൽ മാത്രമല്ലേ ഫെർമെൻറ്റേഷൻ. നോക്കിക്കോ, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും ഉണ്ട്, ആൽക്കഹോൾ ഫെർമെൻറ്റേഷനും ഉണ്ടടാ. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആരയിലാണ് നടക്കുക? ബാക്ടീരിയയിലും ഹ്യൂമൻസിൻ്റെ മസിൽസിലുമാടാ നടക്കുക. ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ഏത് ജീവിയിലാടാ നടക്കുക? ഈസ്റ്റ് ഈസ്റ്റ് ഈസ്റ്റ്. മറക്കണ്ട. ഒരു എക്സ്ട്രാ പോയിന്റ് പിടിച്ചോ. ഈസ്റ്റിൻ്റെ 13% കോൺസെൻട്രേഷൻ ആകുമ്പോഴേക്ക് ഈസ്റ്റ് തന്നെ മരിച്ചു കേട്ടോ. അതായത് ആൽക്കഹോൾ ഉണ്ടാക്കി അതിൽ 13% കോൺസെൻട്രേഷൻ ആകുമ്പോൾ ആ ആൽക്കഹോൾ കൊണ്ട് ഈസ്റ്റ് തന്നെ മരിച്ചു. അവിടെ കട്ടെ. നോക്ക്, പൈറുവിക് ആസിഡ് ഓർമ്മ ഉണ്ടോ? ഗ്ലൈക്കോലൈസിസിൻ്റെ എൻഡ് പ്രൊഡക്റ്റ്. അവരെന്തായി മാറും? ലാക്റ്റിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ ആ ഫെർമെൻറ്റേഷൻ ഏത് ഫെർമെൻറ്റേഷനാണ്? ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. നോക്ക്, പൈറുവിക് ആസിഡ് ചേഞ്ചസ് ടു ലാക്റ്റിക് ആസിഡ്. ഇത് ഞാൻ അയിമന്നിൻ്റെ താഴത്തേക്കും വരച്ചാണ്, നോക്കണ്ട. ഇപ്പോൾ മേലത്തെ മാത്രം നോക്ക്. അവിടെ ഒരു NADH പൊട്ടി. അവിടെ പൊട്ടിയതാണ്, സാറ് വിട്ടിടാം. ഒരു NADH പൊട്ടി. അവിടെ യൂസ് ചെയ്ത എൻസൈമിൻ്റെ പേരാണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജിനേസ്. ചോദിക്കാം, ഫെർമെൻറ്റേഷനിൽ ചോദിക്കുന്നതാണ്. ഇൻ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ പൈറുവിക് ആസിഡ് ചേഞ്ചസ് ടു ലാക്റ്റിക് ആസിഡ്. അവിടെ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേര്. നെക്സ്റ്റ്, പൈറുവിക് ആസിഡ് എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ആവും. നോക്കണം മക്കളെ, എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും. അത് ആൽക്കഹോൾ ഫെർമെൻറ്റേഷനാണ്. അവിടെ 2 എൻസൈംസ് ഉപയോഗിക്കുക, ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ്, പൈറുവേറ്റ് ഡീകാർബോക്സിലേസ്. അവിടെയും NADH പൊട്ടുന്നുണ്ട്, ശ്രദ്ധിച്ചു വെച്ചോളാം. ഓക്കെ, ഈ ഒരു സംഭവം വേണമെങ്കിൽ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ വരാറുണ്ട്. ഇതാ ഈ എത്തനോളിൻ്റെ അവിടെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അവിടെയൊക്കെ ഡാഷ് ഇട്ട് തരാറുണ്ട്. എൻസൈംസുകളെ ഒന്ന് നോക്കി വെച്ചോ. എടാ, 2 മാർക്കിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അനേറോബിക്കാണ് അല്ലേ? അതും എറോബിക്കുമായിട്ടുള്ള ഒരു 2 ഡിഫറൻസ് 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്ത് എഴുതും? ഫെർമെൻറ്റേഷനിൽ ആകെ ഏറ്റവും ലാസ്റ്റ് അങ്ങ് പഠിച്ചു വെച്ചോ, ഏറ്റവും ലാസ്റ്റ് 2 ATP ഫോം ചെയ്യുള്ളൂ. എന്നാൽ ഈ എയറോബിക്കിൽ ഏറ്റവും ലാസ്റ്റ് ടോട്ടൽ 38 ATP ഫോം ചെയ്യും. ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഓക്സിഡേഷൻ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡേഷൻ നടത്തൂല, പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. എന്നാൽ എയറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് കളയും. എടാ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രബ് സൈക്കിൾ. ഇവൻ്റെ മറ്റു കുറച്ച് പേരുകളുണ്ട്. TCA സൈക്കിൾ എന്നൊക്കെ വിളിക്കും കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ഹാൻസ് ക്രബ്. മക്കൾക്ക് കത്തിയിട്ടുണ്ടാവും അല്ലേ? ആ പേര് നിങ്ങൾ മറക്കൂടാ. ഹാൻസ് ക്രബ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇതെവിടെയാണ് നടക്കുക? നമ്മൾ ഇന്നേ പറഞ്ഞു, മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയയിലാണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, ഇതിലെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ആരാടാ? സിട്രിക് ആസിഡാണ്. സിട്രിക് ആസിഡ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ എന്തൊക്കെയാണ് കിട്ടുക? ടോട്ടൽ ക്രബ് സൈക്കിൾ കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 3 NADH, ഒരു FADH, ഒരു GTP, 2 കാർബൺ ഡൈ ഓക്സൈഡ്. GTP ഒന്നുമില്ല, ATP ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി ഈ സൈക്കിൾ ചോദിക്കാറുണ്ട്. ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇതാ പൈറുവേറ്റ് അസ്റ്റൈൽ കോഎൻസൈമേ. ആ സ്റ്റെപ്പ് നോക്കണമെന്നില്ല, അത് ക്രബ് സൈക്കിളിൻ്റെ ഒരു ഭാഗമല്ല. പക്ഷെ അതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ തരാറുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് നോക്കിയാൽ മതി. നോക്ക്, അസറ്റൈൽ കോഎൻസൈമേ ഓക്സാലോ അസിറ്റിക് ആസിഡുമായിട്ട് ചേർന്നിട്ട് സിട്രിക് ആസിഡ് ഉണ്ടായി. അവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ആണ്, മറക്കരുത്, അത് നോട്ട് ചെയ്യുക. കണ്ടോ? അതേപോലെ തന്നെ അവരുടെ NADH ഉണ്ടാവുന്നുണ്ട്. അവിടുന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയപ്പോൾ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടായി. പിന്നീട് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തു, ഒരു NADH കിട്ടി, ഒരു GTP കിട്ടി, സക്സീനിക് ആസിഡ് ഉണ്ടായി. സക്സീനിക് ആസിഡ് മാലിക് ആസിഡ് ആയപ്പോൾ ഒരു FADH കിട്ടി. മാലിക് ആസിഡ് വീണ്ടും ഓക്സാലോഅസിറ്റിക് ആസിഡ് ആയപ്പോൾ വീണ്ടും ഒരു NADH കിട്ടി. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട്
100% ഉറപ്പാണ്. മോഡലിലും വന്നു, ഇനി ഫൈനലിലും റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും വരാറുണ്ട്, വന്ന് കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ എന്താണ് എന്ന് എപ്പോഴും വരാറുണ്ട്. മക്കളെ ആൻസർ ഇതാ, നമ്മൾ ഒരു ഇതിൽ പഠിച്ചാൽ മതി, നോക്കിക്കോ. സക്സിനൈൽ കോഎൻസൈം എ, അത് ഇതിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇവിടെ വരുന്ന ഒരാളാണ്, നമുക്ക് പഠിക്കാനില്ല. സക്സിനൈൽ കോഎൻസൈം എ ചേഞ്ചസ് ടു എന്തായി മാറും? സക്സിനിക് ആസിഡ്. അപ്പോൾ 1 GTP ഈസ് ഫോംഡ്. അത് അപ്പം തന്നെ ATP ആവുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പിൽ നമുക്ക് വിളിക്കാം സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ, അതായത് ഡയറക്റ്റ് ആയിട്ട് ATP കിട്ടുന്ന സ്റ്റെപ്പ്. വാട്ട് ഈസ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ? 1 മാർക്കിന് ഇതിൻ്റെ സി ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, 2 മാർക്കിനും വരാം. പറ. സക്സിനൈൽ കോഎൻസൈം എ, അതാണ് ഇങ്ങനെ ഇട്ട് കേട്ടോ. കോഎൻസൈം എ ചേഞ്ചസ് ടു സക്സിനിക് ആസിഡ്, അവിടെ 1 GTP ഈസ് ഫോംഡ്. ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം, സെറ്റാണ്. എടാ ഈ സാധനങ്ങൾ മുഴുവൻ പഠിക്കണം. ഞാൻ വട്ടണം. അസറ്റൈൽ കോഎൻസൈം എ, സിട്രിക് ആസിഡ്, ഓക്സാലോ അസറ്റിക് ആസിഡ്, OAA എന്ന് എഴുതിയാൽ മതി. ആൽഫ കിറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, മാലിക് ആസിഡ്, സക്സിനിക് ആസിഡ്. മറക്കരുത്. എൻസിഇആർടി ടെക്സ്റ്റ് എടുത്തിട്ടോ, എന്താന്ന് വെച്ചാൽ അതൊന്ന് പഠിച്ചെടുത്തോ മക്കളെ. എല്ലാവരും ഭയക്കുന്ന സാധനം, വരരുതേ എന്ന് കുട്ടികൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന സാധനം, ETS വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സാധനം. ഏറ്റവും സിമ്പിളാണ് ETS, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. എവിടെ നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇത് എന്തിനാണ് നടക്കുന്നതെന്നൊന്ന് പഠിച്ച്. ഓക്സിഡൈസ് NADH ആൻഡ് FADH ടു പ്രൊഡ്യൂസ് ATP. എടാ നമ്മളെ കയ്യിൽ കുറേ NADH FADH ഇല്ലേ? ഒരു NADH പറഞ്ഞാൽ 3 ATP എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ATP ആക്കണ്ടേ? അത് ആക്കണ സ്റ്റെപ്പാണ്. അതായത് NADH-നെയും FADH-നും ATP ആക്കണ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തരേണ്ടത്. ഇതിന് 5 കോംപ്ലക്സുകൾ വേണം. ഇത് ആ കോംപ്ലക്സിൻ്റെ പേരാണ്. ഒന്നും പറയല്ലേ മക്കളെ, ഇത് സൈറ്റ് അല്ല, സൈറ്റോക്രോം എന്നാണ് വായിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. ഒക്കെ CYT ഇട്ടൊക്കെ സൈറ്റോക്രോം, ബാക്കിയൊക്കെ അതേപോലെ വായിച്ചാൽ മതി. കണ്ടോ 5 കോംപ്ലക്സിൻ്റെ പേര്. ആ കോംപ്ലക്സിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. FES, FMN, FES, FAD. സൈറ്റോക്രോം C1 ആണിത് കേട്ടോ, ശ്രദ്ധിച്ചോ. C1 FES, സൈറ്റോക്രോം B. കോപ്പർ A, സൈറ്റോക്രോം A, സൈറ്റോക്രോം A3, കോപ്പർ B, F0, F1. കണ്ടോ? ജസ്റ്റ് എൻ്റെ മക്കൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോസ് ചെയ്തിട്ട് ഈ 5 കോംപ്ലക്സിൻ്റെ പേരും അതിൽ ആരൊക്കെ ഉണ്ടെന്നും മാത്രം ഒന്ന് പഠിച്ചോ. എക്സ്ട്രാ ഒരു പോയിന്റ് പിടിച്ചോ. 2 ആൾക്കാർ മൊബൈൽ കാരിയറാണ്, ഇതിലുണ്ടാവില്ല. ആ ആൾക്കാരാണ് യുബിക്വിനോൺ, UQ ആൻഡ് സൈറ്റോക്രോം C ആണ്, C1 അല്ല. മൊബൈൽ കാരിയർ ആരൊക്കെയാണ്, ജസ്റ്റ് അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ ഈ 2 കാര്യം, ഈ ജസ്റ്റ് ETSൽ കോംപ്ലക്സിൻ്റെ പേരുകളും അതിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളൂ. ഒരു മാച്ച് ദ ഫോളോയിങ് അടിക്കാനുള്ളതേ ഉള്ളൂടാ. ഓക്കെ മക്കളെ, ഇനി അപൂർവമായിട്ട് വന്നിട്ടുള്ളതാണ് ഇങ്ങനൊരു ചിത്രം തരും. നോക്കടാ, ഈ F0 F1 എന്ന് കണ്ടോ? ഇതാ ATP സിന്തൈസിലുള്ളതാണ്. നോക്ക് കണ്ടോ, ATP സിന്തൈസിൻ്റെ 2 ഭാഗങ്ങളാണ് അല്ലേ? F0 F1. ഇവിടെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇത് എന്താണ് ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. ജസ്റ്റ് അത് മാത്രം മതിടാ. ഇതെന്തിൻ്റെ ചിത്രം വെച്ചാൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. മക്കൾക്കറിയാം ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ ATP ഫോർമേഷനാണ് കേട്ടോ. ഓക്കെ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനാണ് ഈ ചിത്രം. ഇതാരാന്ന് ചോദിക്കും, ഇത് F0. ഇതാരാ ചോദിക്കും, ഇത് F1 ആണ്. ഈ സ്ഥലം ഏതാ ചോദിക്കും, മാട്രിക്സ് എന്ന് എഴുതി കൊടുക്കുക. ഈ ബ്ലൂ കളറില്ലേ, ബ്ലൂ കളർ അത് ഏതാന്ന് വെച്ചാൽ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. കണ്ടോ ഇത്ര മാത്രം എഴുതി കൊടുത്താൽ മതി. അതിൻ്റെ പുറത്തുനിന്ന് ഒന്നും അവിടുന്ന് ചോദിക്കില്ല. സിമ്പിളാണ്. ഫിഗർ തരും, ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ഈസ് ദിസ് ഫിഗർ? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. ഇതെന്തിനാണ് നടക്കുന്നത്? ഫോർ ATP ഫോർമേഷൻ. ഈ ഭാഗം ഏതാണ്? മാട്രിക്സ്. ഈ നീല ഏതാണ്? ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഇതേതാണ്? F0. ഇതേതാണ്? F1. കഴിഞ്ഞു. വേണമെങ്കിൽ നോട്ട് ചെയ്തോ, ഇവിടെ 4H+ ഉണ്ടാവുക മതി, കൂടുതലാണ്. എടാ നെക്സ്റ്റ് 2-3 തവണ ഒക്കെ വന്ന് കണ്ടിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞത് മാത്രം നോക്കേ. കാർബോഹൈഡ്രേറ്റ് പൊട്ടി ഇങ്ങനെ ഗ്ലൂക്കോസായി, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. ആ റിയാക്ഷൻ നമ്മൾ പഠിച്ച് നോക്കിയേ, ഇങ്ങനെ വന്ന്. പക്ഷെ അതേപോലെ പ്രോട്ടീൻ പൊട്ടും നമ്മൾ പറഞ്ഞു. പ്രോട്ടീൻ പൊട്ടിയിട്ട് എന്താവുക? അമിനോ ആസിഡ്. അത് നേരെ എവിടെ ചെന്നിട്ട് കയറുന്ന ഒന്ന് നോക്കി വെച്ചേടാ, പൈറുവിക് ആസിഡ്. കണ്ടോ? അതേപോലെ ഫാറ്റ് പൊട്ടിയ ഗ്ലിസറോളും ഫാറ്റി ആസിഡും ഉണ്ടാവും. ഗ്ലിസറോൾ നേരെ എവിടെയാടാ കയറുക? കണ്ടോ? ഡൈഹൈഡ്രോക്സ്. ഫാറ്റി ആസിഡ് നേരെ എവിടെയാടാ കയറുക?
അസറ്റൈൽ കോഎൻസൈം എ, അസറ്റൈൽ കോയ അല്ലേ, എന്ന് വായിക്കരുത്, അസറ്റൈൽ കോഎൻസൈം എ. കണ്ടോ, ഓരോരുത്തരും എവിടെ കയറുകയെന്ന് മാത്രം നോക്കി വെക്കുക. ഈ പേരുകൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കി വെച്ചോ. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതിലപ്പുറത്തേക്കൊന്നും വരില്ലടാ. ഒരു തവണ മോഡലിലൊക്കെ വന്നിട്ടുള്ളതാണ്, വരാം, ഇനിയും വരാം, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്താണ് ആംഫിബോളിക് പാത്വേ? റെസ്പിറേഷൻ ഇസ് എ ആംഫിബോളിക് പാത്വേ. അങ്ങനെ പറഞ്ഞാൽ റെസ്പിറേഷൻ ഇസ് ബോത്ത് അനബോളിസം ഉണ്ട് കാറ്റബോളിസം ഉണ്ട്, രണ്ടുള്ളതുകൊണ്ട് അതിനെ വിളിക്കുന്ന വാക്കാണ് ആംഫിബോളിക് പാത്വേ. മതി. ആൻഡ് ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചു മക്കളെ. വാട്ട് ഈസ് RQ? റെസ്പിറേറ്ററി കോഷ്യന്റ് വരാൻ ചാൻസ് ഉണ്ട്, വരണമെന്ന് പ്രാർത്ഥിക്കുക. 2 മാർക്ക് സിമ്പിളാണ്. RQ is equal to വോളിയം ഓഫ് CO2 ഇവോൾവ്ഡ് ബൈ വോളിയം ഓഫ് O2 കൺസ്യൂംഡ്. ആ ഇക്വേഷൻ നേരെ പഠിച്ചു വെക്കുക. മേലെ CO2, താഴെ ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റിൻ്റെ വാല്യൂ എത്രയുടെ? RQ വാല്യൂ 1. പ്രോട്ടീൻ്റെത് 0.9. ട്രൈ പാൾമെറ്റിൻ അഥവാ ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് എന്നൊക്കെ പറയാം, അത് 0.7 നോട്ട് ചെയ്തു. RQ വാല്യൂ വരാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് സാറിൻ്റെ ഒരു പ്രഡിക്ഷൻസ് പറയാം. ഗ്ലൈക്കോലൈസിസ്, ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു സാധനം. ഫെർമെൻറ്റേഷൻ, പിന്നെ RQ. ഈ 3 എണ്ണത്തിൽ ഒന്ന് തട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ മക്കളെ, ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള റെസ്പും ഫോട്ടോയൊക്കെ നമ്മൾ നോക്കി നല്ലതായിട്ട് ക്ലാസ് കേട്ട് പഠിക്കുക. എടാ +2ലേക്ക് നമ്മുടെ ഇതിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി ജസ്റ്റ് 399 വരുന്നുള്ളൂ. വളരെ അടിപൊളിയായിട്ട് +2 ക്ലാസ് ഫോക്കസ് ചെയ്ത് പഠിച്ച് നമുക്ക് +2ൽ നല്ലൊരു മാർക്ക് നേടാൻ പറ്റും. ഓക്കെ.